കഴിഞ്ഞ ദിവസം നമ്മൾ ആക്രിക്കടയിൽ പോയി എടുത്ത് കുറേ സാധനങ്ങൾ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഒരു എമർജൻസി ലൈറ്റിന് ശരിയാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് നമ്മൾ എടുത്ത 2 സ്പീക്കറുകളായിരുന്നു. അതിന് തുറന്ന് നമുക്ക് ഇന്ന് റെഡിയാക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഇതായിരുന്നു ആ സ്പീക്കർ. ഇതിന്റെ ബോഡിക്ക് അത്യാവശ്യം പൊട്ടിയിരിക്കുകയാണ്. അന്നത്തെ സിംഗിൾ സ്പീക്കറാണ് ഇതിനകത്തും വരുന്നത്. എന്തായാലും നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് 4 സ്ക്രൂ ആണ് വരുന്നത്. മറ്റേ സ്പീക്കർ അടിച്ചപ്പോൾ അതിൻ്റെ ഒട്ട് അത്ര പാടില്ല. ഇതിനകത്തെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബോർഡും സ്പീക്കറും ബാറ്ററിയും. ഇതും 3.7 വോൾട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിംഗിൾ ചാനൽ ബോർഡാണ്. എന്തായാലും നമുക്ക് ഇതിനകത്ത് പഴയ ബാറ്ററി ഊരിയെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തൊരു പുതിയ ബാറ്ററി കണക്ട് ചെയ്ത് നോക്കാം. മിക്കവാറും ഇതിൻ്റെ ബാറ്ററി കംപ്ലൈൻറ്റ് തന്നെ ആയിരിക്കും. ബാറ്ററി കൊടുത്ത ശേഷം നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഓണായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബാറ്ററി കംപ്ലൈൻറ്റ് തന്നെ ആയിരുന്നു. എന്തായാലും ഞാൻ ഇതിൻ്റെ ടാബായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തൊരു പാട്ട് പ്ലേ നോക്കിയപ്പോൾ ഇത് കൃത്യമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇന്നത്തെ ബാറ്ററി ചാർജിങ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ നമുക്ക് നോക്കാം. അതും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പഴയ സ്പീക്കർ കേൾക്കുന്നുണ്ടല്ലോ, ഇത് ഡാമേജ് ആണ്. അതിന് പകരം നമുക്കൊരു പുതിയ സ്പീക്കർ ഇതിനകത്ത് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിന് പകരം ഞാൻ എടുത്തേക്കുന്ന സ്പീക്കർ ഇതാണ്. ഈ ഒരു സ്പീക്കർ നമ്മുടെ പഴയ ബോക്സിനകത്ത് ഇരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പഴയ ബോക്സിന്റെ മുകൾ ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇതിന്റെ മുകൾ ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പോണക്ക് ഒരു PVC ബോക്സ് എടുത്തിട്ടുണ്ട്. PVC ബോക്സിന്റെ അടപ്പിൽ നമ്മൾ ഈ സ്പീക്കർ ഇരിക്കാൻ പരുവത്തിന് ഹോൾ വിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു സ്പീക്കർ ഈ ഒരു അടപ്പിലിട്ട് ഫിറ്റ് ചെയ്തെടുക്കാം. ഇനി പഴയ ഉണക്കാൻ നമുക്ക് ഈ ഒരു ബോർഡ് ഈ ഒരു കേസിനകത്തോട്ട് തന്നെ വെച്ചിട്ട് സ്ക്രൂ ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു PVC ബോക്സിന് മുകളിലോട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ സ്പീക്കർ വയർ പഴയ ഉണക്കിനെ സോൾഡറിങ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ഒരു പുതിയ 3.7 ലിഥിയം ബാറ്ററി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഡ്യുവൽ സൈഡ് ടേപ്പിന്റെ സഹായത്തോടെ നമുക്ക് ഈ ഒരു ബാറ്ററി ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം PVC ബോക്സ് സ്ക്രൂ ചെയ്തെടുക്കാം. ഇനി ഈ സ്പീക്കറിന് ഒരു പ്രൊട്ടക്ഷൻ കവർ എന്നുള്ള രീതിയിൽ ഇതിന്റെ തന്നെ ഒരു സൈഡ് പാനൽ എടുത്ത് ഞാൻ ഫിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ആക്രി കിടന്ന ഈ സ്പീക്കറിനെ നമ്മൾ ഈ ഒരു കോലത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഫുൾ ഷേപ്പ് നമ്മൾ മാറ്റിയെടുത്ത് കേട്ടോ. ഇതിന്റെ നേരത്തെ ബോക്സിനകത്ത് നമുക്ക് ഇത് വെക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം വെച്ചാൽ സ്പീക്കർ എൻ്റെ ആ സെയിം സ്പീക്കർ എൻ്റെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുന്ന PVC ബോക്സിനകത്ത്. എന്തായാലും നമുക്ക് ഓണാക്കി നോക്കാം. എന്തായാലും ഇത് വർക്കാവും. ഇവിടെ LED ഇൻഡിക്കേറ്റർ കാണുന്നുണ്ട് കേട്ടോ. ഓൾറെഡി ഞാൻ എൻ്റെ ടാബുമായിട്ട് പെയർ ചെയ്തിട്ടേക്ക് ഞാൻ കണക്ട് ആയി. നമുക്ക് ജസ്റ്റ് പാട്ട് വെച്ച് നോക്കിയാൽ മതി. ഫുൾ വോളിയം അല്ലേ, ഞാൻ ഫുൾ വോളിയം ഇടാം. ടാബേ ഫുൾ വോളിയമാണ്. നമുക്ക് ഇതിലൂടെ വോളിയം കൂട്ടി നോക്കാം. മാക്സിമം തോന്നുന്നു കേട്ടോ. പിന്നിനകത്തുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ലൈറ്റിൻ്റെ മോഡാണ്. ഈ ഒരു സ്റ്റുഡിയോ ലൈറ്റ് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട്. ഇതിലാണ് നമുക്ക് സ്റ്റുഡിയോ ലൈറ്റ് ഒന്ന് ഓഫാക്കാം. പ്ലീസ് ഓഫ് ദ സ്റ്റുഡിയോ ലൈറ്റ്. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ ലൈറ്റ് മോഡ് നമുക്ക് ഓരോന്നോരോന്ന് നേക്കാം. ഇപ്പം ഇങ്ങനെ മാറി മാറി കത്തുന്നരുത് കേട്ടോ. ഇത് ലൈറ്റ് ഓഫ് ആകുന്ന മോഡ്. ഇതിങ്ങനെ വാമുണ്ട് കേട്ടോ, ഇങ്ങനെ ചെറുതായിട്ട് കത്തി വരുന്നേ. ആംബുലൻസ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് കൂടുതൽ വീഡിയോസിനായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യുക.